ജന്മം കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എക്സിസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ചില മനുഷ്യന്മാർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ഒരു വാക്ക് ബീയിങ് എന്നാണ്, ബീയിങ്. അതിങ്ങനെ ജീവിച്ചു പോകല, അങ്ങനെ ഒഴുകല, ബീയിങ്. അത് ആരെക്കൊണ്ടും പറ്റും. പക്ഷെ വേറൊരു വാക്കുണ്ട്, അതെന്താണെന്നറിയോ? ബിക്കമിങ് എന്നാണ്. ബിക്കമിങ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാണ്. ബീയിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകിപ്പോകല. ജീവനില്ലാത്തൊരു തിമിംഗലത്തെ ഒരു ഒഴുക്കിലേക്ക് ഇട്ടാൽ ആ ഒഴുക്കിലൂടെ അതെങ്ങനെ നീന്തിപ്പോകും. പക്ഷെ ജീവനുള്ളൊരു പരലിനെ നമ്മൾ ഒഴുക്കിലേക്ക് ഇട്ടാൽ അത് പറ്റുന്നത് പോലെ തിരിച്ചൊഴുകും. ഈ തിരിച്ചൊഴുകുന്നതിൻ്റെ പേരാണ് ബിക്കമിങ്. റഷീദ് എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾ? എല്ലാ മതങ്ങളിലുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് പകുത്ത് കൊടുക്കുക എന്നുള്ളത് എല്ലാ മതങ്ങളിലുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയാം. 10-1 മറ്റുള്ളവർക്കുള്ളതാണ് നമ്മുടെ സമ്പത്തിൽ നിന്ന്. ഹൈന്ദവ ധർമ്മത്തിലാണെങ്കിൽ ദാനം, ധർമ്മം എന്നൊക്കെ പറയും. സന്ധ്യാനേരത്ത് പഴയ നമ്മുടെ അമ്മമാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിരുന്നില്ലേ? അതവരുടെ സക്കാത്താ. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരാൾ വിശന്നിരിക്കരുത്, അത്രയേ ഉള്ളൂ. അതാണ് ആ ചോദ്യം. ഈ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത്. അത്താഴ പഷ്ണിക്കാരുണ്ടോ?